കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കൂളംസ് ലോ ആണ് പറഞ്ഞു വെച്ചത് അല്ലേ. രണ്ട് സ്റ്റാറ്റിക് ചാർജുകൾ Q1 Q2. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലേ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് സ്റ്റാറ്റിക് ചാർജുകൾ, അനക്കമില്ലാത്ത മൂവ്മെന്റ് ഇല്ലാത്ത രണ്ട് ചാർജുകൾ എയറിൽ അല്ലെങ്കിൽ വാക്വത്തിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ ഒക്കെ കണക്കാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അവര് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 1/4πε0 അവരുടെ ചാർജുകളുടെ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഈ ε0 എന്താണ്? ε0 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ്? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സ്പീഡായിട്ട് പോകണം. ഇനി നമ്മൾ +1 വിട്ട് +2ൻ്റെ ആ ഒരു എനർജിയിലൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ വിക്ടേഴ്സ് ചാനലൊക്കെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ടായിരിക്കും. കുറേ മുന്നോട്ട് പോയി. നമ്മുടെ തുടക്കം നിലക്ക് വളരെ പതുക്കെയാണ് ഞാൻ തുടങ്ങിയത്. ശരിക്കും ഈ പറഞ്ഞതുവരെയുള്ള സാധനങ്ങളൊക്കെ 2 ക്ലാസ്സിലെങ്കിലും മിനിമം ഒതുക്കായിരുന്നു. പക്ഷെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ തന്നെ പറയും, പക്ഷെ കുറച്ചൊന്നും ഇങ്ങനെ ഓടുന്ന പോലെ തോന്നും നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ പോസ്റ്റൊക്കെ ചെയ്ത് കണ്ടു നോക്കുക. നിങ്ങൾ നോക്കുക, ε0 അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഓക്കെ, എങ്കിൽ ഈ ε0 എന്ന കോൺസെപ്റ്റിന്റെ വാല്യൂ എത്രയാണ്? ε0ന്റെ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന ഒരു കോൺസെപ്റ്റ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്നാണ്. ശരിക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ ജനറലി പറയുന്ന. അപ്പം ആ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് പഠിക്കും. മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ഇല്ലേ, അതുപോലെ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ എയർ എത്രമാത്രം കടത്തിവിടും അല്ലെങ്കിൽ എയർ എത്രമാത്രം പെർമിഷൻ കൊടുക്കും എന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഈ ε0. അത് ഇപ്പോൾ പറഞ്ഞാൽ ശരിക്കും അങ്ങ് തിരിയൂല. എന്താ കാരണം? ഇലക്ട്രിക് ഫീൽഡ് ശരിക്കും പഠിച്ചില്ല. നിങ്ങൾ സ്കൂളത്തെ ക്ലാസ്സുകൾ, അതായത് വ്യത്യാസത്തിലൊക്കെ ക്ലാസ്സുകൾ കേട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ ε0ന്റെ കോൺസെപ്റ്റ് വിശദീകരിക്കുന്നില്ല. അത് എന്താണെന്ന് പറയുന്നു. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതിന്റെ യൂണിറ്റും ഡയമെൻഷനും ഇവിടുന്ന് ഉണ്ടാക്കാം. ε0യുടെ യൂണിറ്റ് എന്താണ്? എന്താ യൂണിറ്റ്? F = 1/4πε0 Q1 Q2/r². 1/4πε0ന്റെ വാല്യൂ ഒക്കെ ഞാൻ പറഞ്ഞു. ബട്ട് ε0 ഒക്കെ അവിടുന്ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എന്താ കിട്ടുക? ഈ ε0 ഇങ്ങ് കയറും, ഫോഴ്സ് ഇങ്ങ് ഇറങ്ങും അല്ലേ. അപ്പൊ നമുക്ക് Q1 Q2 / 4π × r² × F എന്ന് വരും. F എന്നിട്ട് ഇറങ്ങിയാൽ എന്താ Q1 Q2 എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് കൂളം സ്ക്വയർ എന്ന് പറയാം അല്ലെ. ഒരു ചാർജിന്റെ യൂണിറ്റ് കൂളം, 2 ചാർജുകൾ കൂളം സ്ക്വയർ. 4π കോൺസ്റ്റന്റാ. മീറ്റർ സ്ക്വയർ ആണ് ആറിന്റെ യൂണിറ്റ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടണും. അപ്പൊ ഒരു ഓർഡറിൽ പറഞ്ഞാൽ കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അതാണ് ε0ന്റെ യൂണിറ്റ് ആയി വരിക. ഇനി ഡയമെൻഷൻ എങ്ങനെ വരും? ഡയമെൻഷൻ വരുന്നത് കൂളം സ്ക്വയർ എന്ന് പറഞ്ഞാൽ ചാർജിന്റെ ഡയമെൻഷൻ AT ആണ്. I = Q/T യിൽ നിന്നും Q = IT എന്ന് കിട്ടും. അപ്പൊ AT. അപ്പൊ AT (² വരും കൂളം സ്ക്വയർ ആയതുകൊണ്ട്. ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ ഫോഴ്സ് mL/T⁻². പിന്നെ ഒരു മീറ്റർ സ്ക്വയറും ചവിട്ടി കൂട്ടുമ്പോൾ A² T² എന്ന് കിട്ടും അല്ലേ. ഈ T⁻² മുകളിലേക്ക് പോകുമ്പോൾ T⁴ കിട്ടും. M മുകളിലേക്ക് പോകുമ്പോൾ m⁻⁻1 കിട്ടും. ഇവിടെ മീറ്റർ സ്ക്വയർ എന്നല്ല എഴുതേണ്ടത്. മീറ്റർ സ്ക്വയറിന്റെ ഡയമെൻഷൻ എഴുതേണ്ടത് L² എന്നാണ്. അപ്പോൾ ആ L² ഈ L-ഉം L³ കിട്ടും. അത് മുകളിലും പോകും. അപ്പോൾ ചുരുക്കത്തിൽ m⁻⁻1 ഉണ്ടാവും. L³ മുകളിൽ പോകുമ്പോൾ L⁻³ ഉണ്ടാവും. ഈ T⁻² കൂടി മുകളിൽ പോകുമ്പോൾ T⁻² ഉണ്ടാവും. ആ 2ഉം 2ഉം 4. അപ്പോൾ T⁻4 ഉണ്ടാവും. ഒരു A⁻2 ഉണ്ടാവും. ദിസ് ഈസ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ε0. ε0ന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ ഇത് അവിടെ ഉണ്ട്. ഇനി ε0യുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാലോ 8.854 × 10⁻⁻12 യൂണിറ്റ് ഇതാ കൂളം സ്ക്വയർ ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഈ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പലപ്പോഴും ഇത് ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കാറില്ലെങ്കിൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആണോ? എന്താണെന്നറിയോ? ചില സ്ഥലത്ത് ഉപയോഗിക്കേണ്ടി വരും.
പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുക 1/4πε0 വാല്യൂ ആണ്. എത്രയാണത്? 9 × 10⁻⁹. അതാണ് എല്ലായിടത്തും ഉപയോഗിക്കുക. പക്ഷേ ചില സ്ഥലത്ത് ഇത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ യൂണിറ്റ് അടക്കം പഠിച്ചു വെക്കണം. 8.854 × 10⁻⁻12 ആണ് ε0യുടെ വാല്യൂ എന്ന് ഓർത്ത് വെക്കുക. അത്രയേ ഉള്ളൂ. ഇനി ചോദ്യം ഇതൊക്കെ ക്ലിയർ ആണ്. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ എയർ അല്ലെങ്കിൽ വാക്വം, ഇതൊക്കെ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. വാക്വത്തിനെ കുറിച്ചും ഫ്രീ സ്പേസിനെ കുറിച്ചും എയറിനെ കുറിച്ചും ഒക്കെ ഈ ചാപ്റ്ററിൽ ഏകദേശം ഒന്നാണ് എന്ന കോൺസെപ്റ്റാണ് വേണ്ടത് അല്ലേ. ഇനി പോയിന്റ് ചാർജുകളെ എപ്പോഴും വാക്വത്തിൽ തന്നെ വെക്കണമെന്ന് നിർബന്ധമുണ്ടോ? Q1 Q2 ഇവരെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അറ്റ് എ ഡിസ്റ്റൻസ് r. ഫ്രീ സ്പേസിൽ എയറിൽ വാക്വത്തിൽ എന്ന് പറയാതെ ഒരു മീഡിയത്തിലാണ് എന്ന് പറഞ്ഞാലോ അങ്ങനെ വെക്കാലോ. ഏതെങ്കിലും ഒരു മീഡിയത്തിൽ NCERT ഡിസ്കസ് ചെയ്യുന്ന മീഡിയങ്ങൾ വാട്ടർ, മെറ്റൽ, അതുപോലെ എയർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ വാട്ടർ എന്ന് വിചാരിക്കുക അല്ലേ, വേണ്ട ഏതെങ്കിലും ഒരു മീഡിയത്തിൽ Q1 Q2 എന്ന ചാർജുകൾ r എന്ന ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ അവർ തമ്മിലുള്ള ഫോഴ്സ് ഈക്വൽ ടു 1/4πε0 എന്ന് പറഞ്ഞൂടാ. എപ്സിലോൺ പറയാവൂ. ഇവിടെ 1/4πε0 എന്ന് വരാൻ കാരണം എയറിലാണ് വെച്ചത്, വാക്വത്തിലാണ് വെച്ചത്, ഫ്രീ സ്പേസിലാണ് വെച്ചത്. അവരുടെ പെർമിറ്റിവിറ്റിയാണ് ε0. മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ ആണ്. ഏതാണോ മീഡിയം അതിന്റെ പെർമിറ്റിവിറ്റി അതാണ് എപ്സിലോൺ ഇൻറ്റു Q1 Q2/r². യെസ്, ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നും എടുത്തോ. അതേതായാലും അവിടെ നിൽക്കട്ടെ. ബട്ട് എന്താണ് ഈ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഇറ്റ് ഈസ് ദി പെർമിറ്റിവിറ്റി ഓഫ് മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് മീഡിയം എത്രമാത്രം പെർമിഷൻ കൊടുക്കും അതാണ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയാൻ പോകുന്നേ ഉള്ളൂ അല്ലേ, അതുകൊണ്ട് മനസ്സിലാവും. പിന്നെ ഏതായിരുന്നാലും ഇതൊരു ക്വാണ്ടിറ്റിയാണ്, മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയാണ്. ഇവരെയും ഇയാളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന മറ്റൊരു ക്വാണ്ടിറ്റി ഉണ്ട്, അതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. നോക്ക് നിങ്ങൾ, ε0യെയും എപ്സിലോണിനെയും കണക്ട് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അയാളെ നമ്മൾ വിളിക്കാറുള്ളത് എപ്സിലോൺ r എന്നാണ്, അല്ലെങ്കിൽ k എന്നും വിളിക്കും. എപ്സിലോൺ r എന്നും വിളിക്കാം, k എന്നും വിളിക്കാം. നിങ്ങൾ നോക്കിക്കോ, എപ്സിലോൺ r is equal to ε/ε0. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നൊരു ടേം നമ്മൾ പുതുതായിട്ട് പഠിക്കാൻ പോവാണ്. എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി? ഏതാണോ മീഡിയം എടുത്തത് അതിൻ്റെ പെർമിറ്റിവിറ്റി ബൈ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇവിടെ ഈ റിലേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി പഠിച്ചിട്ടില്ലേ? എന്താ റിലേറ്റീവ് ഡെൻസിറ്റി? ഡെൻസിറ്റി ഓഫ് മീഡിയം ടു ദി ഡെൻസിറ്റി ഓഫ് വാട്ടർ. അവിടെ നമ്മൾ റിലേറ്റ് ചെയ്യാൻ എടുത്ത ആളാരാ? വാട്ടറാ. പക്ഷെ ഇവിടെ നമ്മൾ റിലേറ്റ് ചെയ്യാൻ എടുക്കുന്ന ആളുകൾ ഫ്രീ സ്പേസ്, എയർ ഓർ വാക്വം. അത്രയുള്ള വ്യത്യാസം. അപ്പൊ എന്ത് ക്വാണ്ടിറ്റിയും റിലേറ്റീവ് ആയിട്ട് പറയാന്ന് പറഞ്ഞാൽ ഒരാളുടെ ബേസിൽ പറയാ, ഒരാളുമായി റിലേറ്റ് ചെയ്ത് പറയാ. ആരാണ് ഇവിടെ ആ ഒരാള്? ε0. അപ്പൊ എപ്സിലോൺ r എന്താ? ε/ε0. ഇവിടെ തന്നെ ഡെഫിനിഷനും പറയാം, ഞാൻ എഴുതുന്നില്ല, പറയാം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു ദി പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. വൺസ് മോർ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ആണ് ആരൊക്കെ തമ്മിലുള്ള പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം. ഏതാണ് മീഡിയം? ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ബൈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പം ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി ഡിനോമിനേറ്ററിലും മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ന്യൂമറേറ്ററിലുമായിട്ട് ഒരു റേഷ്യോ എടുത്താൽ അതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി k. ഇയാളുടെ മറ്റൊരു പേരും കൂടി ഓർത്ത് വെച്ചോ, ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. എന്താ പേര്? ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് പറയുന്നത്? അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ കുറച്ചും കൂടി വിശദീകരിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഡൈ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്ററിന്റെ മറ്റൊരു പേരാ. പറഞ്ഞിരുന്നില്ലേ? ഉണ്ട്. ഡൈ ഇലക്ട്രിക് എന്നത് ഇൻസുലേറ്ററിന്റെ മറ്റൊരു പേരാ. അപ്പൊ ഇൻസുലേറ്റർ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ഒരു സ്വഭാവം ഇയാൾക്കുണ്ട്. അതെന്താന്നൊക്കെ നമ്മൾ പറഞ്ഞു വരും. റെഡി? റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞു. അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഇല്ല, നോ.
നോ യൂണിറ്റ്. എന്താ കാരണം? ഇതും പെർമിറ്റിവിറ്റിയാ, ഇതും പെർമിറ്റിവിറ്റിയാ. ഒന്ന് മീഡിയത്തിൻ്റെ ആണ്, ഒന്ന് എയറിൻ്റെ ആണ്. പക്ഷെ രണ്ടും ഒരേ ക്വാണ്ടിറ്റിയാ. ഒരേ ക്വാണ്ടിറ്റികൾ ഡിവൈഡ് ചെയ്താൽ മുകളിലും താഴേക്ക് ഒരേ യൂണിറ്റ്, അത് കട്ട് ചെയ്ത് പോകും. നോ യൂണിറ്റ്. ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല, നോ ഡയമെൻഷൻ. കാരണം മുകളിലും താഴെയും ഒരേ ക്വാണ്ടിറ്റിയാ. ഒന്ന് മീഡിയത്തിൻ്റെ ആണ്, ഒന്ന് എയറിൻ്റെതാണ്. അതൊക്കെ ഓക്കെ. ബട്ട് സാധനം രണ്ടും ഒന്നാണ്. ഒന്ന് പെർമിറ്റിവിറ്റി മീഡിയം, ഒന്ന് പെർമിറ്റിവിറ്റി എയർ. രണ്ടും ഒരേ ക്വാണ്ടിറ്റികളായതുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റികളായതുകൊണ്ട് നമുക്ക് ഡയമെൻഷനും ഇല്ല, യൂണിറ്റും ഇല്ല. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ്. എങ്കിൽ ഇവിടെ നമ്മൾ ഈ ചാർജുകളെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു മീഡിയത്തിലാണെന്ന് പറഞ്ഞല്ലോ. എയറിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ചാർജുകളെ മീഡിയത്തിൽ കൊണ്ടുവന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. എങ്കിൽ എന്ത് മാറ്റമാണ് ഫോഴ്സിന് വരിക എന്നാണ് ക്വസ്റ്റ്യൻ. അത് ഞാൻ വിശദീകരിക്കാം. വളരെ സമയമെടുത്ത് അല്ലെങ്കിൽ വളരെ പതുക്കെ തന്നെ പറയേണ്ട ഒരു കോൺസെപ്റ്റാണത്. അത് പറഞ്ഞാൽ NCERT-യിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനും പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്ക്, Q1 Q2-വിനെ അറ്റ് എ ഡിസ്റ്റൻസ് R-ൽ ഞാൻ എയറിൽ സെപ്പറേറ്റ് ചെയ്തു. ഇതാണ് ഇക്വേഷൻ. 1/4πε0 Q1 Q2/r². മീഡിയത്തിൽ സെപ്പറേറ്റ് ചെയ്താലോ 1/4πε0 Q1 Q2/r². ഇവിടുന്ന് എപ്സിലോണിന്റെ ഇക്വേഷൻ എന്താ കിട്ടിയത്? ε0 അല്ലേ? മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി ഇൻറ്റു റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇതാണ് എപ്സിലോൺ. അങ്ങനെയാണെങ്കിൽ എഫ് എയറിനെ എനിക്ക് 1/4πε0 Q1 Q2/r² എന്ന് തന്നെ എഴുതാം. പക്ഷെ എഫ് മീഡിയം, ഒരു മീഡിയത്തിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ചാർജുകൾ, പോയിന്റ് ആൻഡ് സ്റ്റാറ്റിക് ചാർജുകൾ, മീഡിയത്തിലാണ് സെപ്പറേഷൻ എങ്കിൽ അവരുടെ ഇക്വേഷൻ എഴുതുമ്പോൾ 1/4πε എന്നാണ് ശരിക്ക്. പക്ഷെ നമ്മളിപ്പോൾ മനസ്സിലാക്കി എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ? ε0 കൊടുക്കുക. ε0 ഇൻറ്റു Q1 Q2/r². ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 ഒന്ന് കമ്പയർ ചെയ്തേ. എഫ് എയറിൻ്റെയും എഫ് മീഡിയത്തിൻ്റെയും ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇവിടുന്ന് നമ്മൾ എഫ് മീഡിയം ഡിവൈഡഡ് ബൈ എഫ് എയർ ചെയ്യാന്ന് വിചാരിച്ചോ. എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനെ ഈ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എഫ് മീഡിയം ബൈ എഫ് എയർ. അപ്പോൾ നോക്കിക്കേട്ടോ, 1/4πε0 Q1 Q2/r². അത് ഇതിലുണ്ട്. 1/4πε0 Q1 Q2/r² കട്ട് ചെയ്താൽ മതി. ഇവിടെ ഇനിയുള്ളത് എത്രയാണ്? 1/ε ആണ് ഇവിടെ ഉള്ളത്. ഡിവൈഡഡ് ബൈ, ഇവിടെ ഞാൻ ആരുമില്ല, 1/ε ഡിവൈഡഡ് ബൈ 1. റേഷ്യോ എടുക്കുമ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇത് ബൈ ഇതാണ്, ഇത് ബൈ ഇത്. അപ്പൊ ഇങ്ങനെ കിട്ടാം, എഫ് മീഡിയം ബൈ എഫ് എയർ ഈക്വൽ ടു 1/ε. ചെയ്ത് നോക്കിക്കൊണ്ടു കേട്ടോ. ഏതായിരുന്നാലും എഫ് മീഡിയം ഈസ് ഈക്വൽ ടു എഫ് എയർ ഡിവൈഡഡ് ബൈ ε എന്നാണ് ഇക്വേഷൻ കിട്ടുക. എന്നാ കോൺസെപ്റ്റ്? മീഡിയത്തില് രണ്ടാളുകളെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോഴുള്ള ഫോഴ്സ് എഫ് എയറിന്റെ അത്രത്തോളം ഇല്ല. എയറിൽ രണ്ട് ചാർജുകളെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചാലുള്ള ഫോഴ്സ് ഉണ്ടല്ലോ, അത്ര ഇല്ല മീഡിയത്തിൽ അവരെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ. മീഡിയത്തിലെ ഫോഴ്സ് കുറവാണ്. എത്ര ടൈംസ് കുറവാ? 1/ε ടൈംസ് കുറവാണ്. മാത്സ് ക്ലിയർ ആണെങ്കിലും തർക്കമില്ല. നമുക്ക് എഫ് എയർ ബൈ ε മീഡിയത്തിലുള്ളൂ. ഫോഴ്സ് എയറിലുള്ള ഫോഴ്സിന്റെ ε ടൈംസ് അല്ല, 1/ε ടൈംസ് എവിടെയുള്ളൂ? മീഡിയത്തിലുള്ളൂ. എന്താണ് അതിന്റെ പച്ചമലയാളം? അതിന്റെ കറക്റ്റ് കോൺസെപ്റ്റ് എന്താണ് നോക്കിക്കോ. നമ്മൾ Q1-നെയും Q2-വിനെയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എയറിൽ. പിന്നെ അവർക്കിടയിലേക്ക് ഞാനൊരു മെറ്റീരിയൽ മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഒരു മെറ്റീരിയൽ മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എഫ് മീഡിയം എന്ന് പറയുന്നത് നേരത്തെ എയറിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള അവരുടെ ഫോഴ്സിന്റെ ε 1/ε ടൈംസ് ആയിരിക്കും എന്നാണ്. നേരെ തിരിച്ചു നോക്ക്, എഫ് എയർ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇങ്ങോട്ടല്ലേ കയറുക, ε ടൈംസ് ഓഫ് എഫ് മീഡിയം. അപ്പം എഫ് മീഡിയത്തിലെ ഫോഴ്സ് കുറവും എയറിലെ ഫോഴ്സ് കൂടുതലുമാണെന്ന് ഇവിടുന്ന് മനസ്സിലാക്കാം. ഒന്നുകൂടി സിമ്പിളായി പറഞ്ഞാൽ, എയറിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ചാർജുകൾക്കിടയിലേക്ക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവർക്കിടയിലുള്ള ഫോഴ്സ് കുറയും.
അപ്പോൾ എയറിൽ നല്ല ഫോഴ്സ് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് കൊണ്ടുവന്ന് മീഡിയം വെച്ചാൽ ഫോഴ്സ് കുറയും എന്നാണ് ഇപ്പോൾ മനസ്സിലായത്. എന്താ അതിൻ്റെ ഇക്വേഷൻ എന്താ? എഫ് മീഡിയം ഇസ് ഈക്വൽ ടു എഫ് എയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ. ഇതിന് വളരെ കൃത്യമായി നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും. അതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, എപ്സിലോൺ ആർ ഓഫ് എയർ എത്രയാണ്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എയർ എങ്ങനെ കാണും? എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു ദി അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എയർ ആയതുകൊണ്ട് എപ്സിലോൺ എന്താണ്? എപ്സിലോൺ 0 അല്ലേ? എയർ തന്നെയാണ് മീഡിയം വിചാരിക്കുക. അപ്പോൾ എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ 0 തന്നെയാണ്, ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 1. അപ്പം ഡെൻസിറ്റി ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്ര? 1. കാരണം ഡെൻസിറ്റി ഓഫ് വാട്ടർ ടു ദി ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാ വരിക. അതേപോലെ ഇവിടുത്തെ ബേസ് എയർ ആണ്. ഇവിടുത്തെ ബേസ് എയർ ആയതുകൊണ്ട് എപ്സിലോൺ ബൈ എപ്സിലോൺ 0യിൽ എപ്സിലോൺക്ക് പകരം എപ്സിലോൺ 0 കൊടുക്കാം. എപ്സിലോൺ 0 ബൈ എപ്സിലോൺ 0 1. ആകെ എപ്സിലോൺ ആയോ നോക്കിയോ? എപ്സിലോൺ ആർ ഓഫ് വാട്ടർ എത്രയാണെന്നറിയോ? ഈ വാല്യൂ പഠിച്ചു പറ്റോ? 80 കേട്ടോ. യൂണിറ്റ് ഒന്നുമില്ല, ഡയമെൻഷൻ ഇല്ല, യൂണിറ്റ് ഇല്ല, ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്നാണ് പേര് എന്നൊക്കെ ഞാൻ പറഞ്ഞു ഇയാളെ കുറിച്ച്. 80 വാട്ടറിൻ്റെത്. ഇനി ഒരാൾ കൂടി പഠിച്ചോ, എപ്സിലോൺ ആർ ഓഫ് മെറ്റൽ. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മെറ്റൽ ഇൻഫിനിറ്റി ആണ്, അത്രയും വലിയ വാല്യൂ ആണ് എപ്സിലോൺ ആർ ഓഫ് മെറ്റൽ. ഇത് വിശദീകരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ NCERT-യിലുണ്ട്. അയോണൈസേഷൻ ഓഫ് HCl ഇൻ വാട്ടർ. HCl എന്ന് പറയുന്ന ആള് H+ഉം Cl- ആയിട്ട് മര്യാദയ്ക്ക് നിൽക്കുകയായിരുന്നു, നല്ല ബോണ്ടിങ്ങിലായിരുന്നു. H+ എന്ന പോസിറ്റീവ് ചാർജ്, Cl- എന്ന നെഗറ്റീവ് ചാർജ്, അവർ തമ്മിൽ നല്ല അട്രാക്ഷനിൽ നിൽക്കുകയായിരുന്നു. ഇയാളെ പിടിച്ച് നേരെ വാട്ടറിലിട്ടു. വാട്ടറിലിട്ട് എന്താ സംഭവിക്കുകയെന്നറിയോ? എഫ് മീഡിയം is equal to F air by epsilon r. വാട്ടറിന്റെ എപ്സിലോൺ ആർ എത്ര? 80. എയറിൽ HCl ഇരിക്കുമ്പോൾ അവർ നല്ല ബോണ്ടിങ്ങിലായിരുന്നു, നല്ല ഫോഴ്സ് ഉണ്ടായിരുന്നു അവർ തമ്മിൽ. നമുക്ക് ഫോഴ്സ് ഓഫ് എയർ വളരെ വലുതായിരുന്നു. പക്ഷെ മീഡിയത്തിലേക്ക്, അതായത് വാട്ടർ അതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്നപ്പോൾ 1/80 ടൈംസ് കുറഞ്ഞു. 1/80 ടൈംസ് ഓഫ് എഫ് എയറേ ഇപ്പോൾ ഫോഴ്സ് ഉള്ളൂ. എയറിൽ അവർ തമ്മിലുണ്ടായിരുന്ന H+ഉം Cl- എയറിൽ തമ്മിലുണ്ടായിരുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ 80 ഒരു മടങ്ങ്, 1/80 അത്രയുമായിട്ട് മീഡിയത്തിലെ ഫോഴ്സ് കുറഞ്ഞു. തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ലവ്, ഇഷ്ടം, അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അയോണൈസ് ചെയ്യും, സ്വാഭാവികമല്ലേ? അപ്പൊ ചോദ്യം എന്താ? HCl വാട്ടറിലിട്ടാൽ അയോണൈസ് ആവുന്നു. എന്താ കാരണം? എയറിലായിരിക്കുമ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സ് വളരെ കൂടുതലാണ്. വാട്ടറിൽ ഇടുമ്പോൾ 1/εr ടൈംസ് ഫോഴ്സ് ഡിക്രീസസ്. ഇഫ് എ മീഡിയം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് between 2 point charges, its force decreases as 1/εr times. അയാളുടെ ഫോഴ്സ് എയറിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 1/εr ടൈംസ് കുറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് HCl മര്യാദയ്ക്ക് എയറിൽ നിൽക്കുന്നത്. വാട്ടറിൽ വരുമ്പോൾ അവരുടെ ഇഷ്ടം, അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അത് കുറയുന്നു, പൊട്ടുന്നു. ദാറ്റ് ഈസ് അയോണൈസേഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അയോണൈസേഷൻ ഓഫ് HCl ഇൻ വാട്ടർ. ഒരു പോയിന്റ് കൂടി ഓർത്തു വെക്കുക, എപ്സിലോൺ ആർ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. കണ്ടോ നിങ്ങൾ? എപ്സിലോൺ ആർ ഓഫ് എയർ എത്രയാണെന്നത്? 1. അതാണ് ഏറ്റവും കുറഞ്ഞ വാല്യൂ. ഇനി ഒക്കെ അതിൻ്റെ മോളിക്കേ ഉള്ളൂ. എപ്പോഴും എപ്സിലോൺ ആർ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. കാരണം എന്താണെന്നറിയോ? കാരണം എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ആണ്. എത്ര ഈ എപ്സിലോൺ 0? എപ്സിലോൺ ബൈ 8.854 × 10⁻⁻12. ഈ -12 അങ്ങ് മുകളിൽ പോയാൽ 10⁻12 അല്ലേ ആവുക? ഇത് എപ്പോഴും ഒന്നിനേക്കാൾ വലുതാവുന്ന ഉറപ്പല്ലേ? എപ്പോഴും എപ്സിലോൺ ആറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. എല്ലാ സമയത്തും എപ്സിലോൺ ആറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇവിടെ ഇനി പഠിക്കാനുള്ളത് ഡെഫിനിഷൻ ഓഫ് 1 കൂളംബ്. ഞാൻ പൂർത്തിയാക്കി എഴുതുന്നില്ല, ശരി ശ്രദ്ധിക്കണം കേട്ടോ. ഡെഫിനിഷൻ ഓഫ് 1 കൂളംബ്. ഒരു കൂളംബിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇത് ഏതൊരു സിനിമയിലില്ല, നീ ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയെന്ന് പറയല്ലേ, ആ ഒരു കോൺസെപ്റ്റാണ്. നിങ്ങൾ നോക്കിട്ടോ, 2 1 കൂളോം ചാർജുകൾ 1 മീറ്റർ ഡിസ്റ്റൻസിൽ എയറിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുക.
ഒരു കൂളോം എവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എയറിൽ. എന്താ ഇക്വേഷൻ? F is equal to 1/4 pi epsilon 0 Q1 Q2 1 into 1 divided by R square. That means 1 square. So F is equal to എത്ര? 1/4 pi epsilon 0 വാല്യൂ 9 into 10 raised to 9 ന്യൂട്ടൺ അല്ലേ? 9 into 10 raised to 9 ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. അപ്പൊ നോക്കി കേട്ടോ, രണ്ട് 1 കൂളോം ചാർജുകൾ 1 മീറ്റർ ഡിസ്റ്റൻസിൽ എയറിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ അവർ തമ്മിലുള്ള ഫോഴ്സ് 9 into 10 raised to 9 ന്യൂട്ടൺ ആയിരിക്കും. വളരെ വലിയൊരു ഫോഴ്സ് ആണത്. ഇനി ഞാനത് പറയുന്നില്ല, ഞാൻ കഴിഞ്ഞ ഏതൊക്കെയോ വീഡിയോയിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, 1 കൂളോം ഒരു വലിയ ചാർജാണ്. ഇനി പറയല്ല, നിങ്ങളന്ന് പറഞ്ഞിരുന്നു അല്ലേ? എന്താ? 1 കൂളോം ചാർജ് വളരെ വലിയ ചാർജാണ്. കാരണം ഒരു സെക്കൻഡിൽ എത്രയോ ഇലക്ട്രോണുകൾ ബോഡിക്ക് ഇങ്ങനെ കൊടുത്ത് 200 കൊല്ലത്തിന് ശേഷമൊക്കെയാണ് 1 കൂളോം ചാർജ് അറ്റൈൻ ചെയ്തത് എന്ന മൾട്ടിയിലുള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഇവിടെ ഞാൻ പറയുന്നു നോക്ക്, 1 കൂളോം 1 മീറ്ററിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അവർക്കിടയിലുള്ള ഫോഴ്സ് ഞാൻ കണ്ടുപിടിച്ചു. 1/4 pi epsilon 0 Q1 Q2 by R square ഉപയോഗിച്ച് 9 into 10 raised to 9 ന്യൂട്ടൺ. രണ്ട് ആനകളൊക്കെ നിന്ന് വലിക്കുന്ന ഫോഴ്സ് അത് 9 into 10 raised to 9 ന്യൂട്ടൺ. അത്രയും വലിയ ഫോഴ്സാണ് 1 കൂളോമ്പുകൾക്കിടയിലുള്ളത്. പക്ഷെ മാറ്റർക്ക് വാ കണ്ണ അല്ലേ? വിഷയത്തേക്ക് വാ. എന്താണ് നമ്മുടെ വിഷയം? ഡെഫിനിഷൻ ഓഫ് 1 കൂളോംബ് ആണ്. ഇനി നിങ്ങളൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ. സിനിമ ഞാൻ മറന്നുപോയി. നിങ്ങളൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ. എങ്ങനെ തിരിച്ച് ചിന്തിച്ച് നോക്കാന്ന് പറഞ്ഞാൽ, ഏതോ രണ്ട് ഫോഴ്സുകൾ എയറിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതോ രണ്ട് ചാർജുകൾ Q1 Q2 അവർക്കിടയിലുള്ള 1 മീറ്ററിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതോ രണ്ട് ചാർജുകൾ 1 മീറ്ററിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്കിടയിലുള്ള ഫോഴ്സ് 9 into 10 raised to 9 ന്യൂട്ടൺ ആണെങ്കിൽ ചാർജസ് ആർ 1 കൂളോം. കത്തിയോ? തട്ടിപ്പല്ലത് ആണ്. പക്ഷെ ഇങ്ങനെ പഠിച്ചാൽ മതി. NCERT ഇങ്ങനെ തന്നെ ഉള്ളത്. ഡിഫൈൻ 1 കൂളോം ചാർജ് ഇഫ് 2 charges are separated in 1 meter distance at the air or free space or vacuum. If force between them is 9 into 10 raised to 9 Newton, then they are said to be 1 coulomb charges. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 കൂളോം ചാർജ് എന്ന് പറയുന്നത്. രണ്ട് ചാർജുകൾ എയറിൽ 1 മീറ്റർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫോഴ്സ് അങ്ങ് കാണുക. ഫോഴ്സ് കാണുമ്പോൾ 9 into 10 raised to 9 കിട്ടിയോ എങ്കിൽ അവർ 1 കൂളോംബ് ആയിരിക്കും. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് 1 കൂളോംബ് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു, എന്നിട്ട് അത് അങ്ങോട്ട് തിരിച്ചറിഞ്ഞു. കിട്ടിയ ഫോഴ്സ് 9 into 10 raised to 9 ആണോ എങ്കിൽ അവർ 1 കൂളോംബ് ആയിരിക്കും. അത് തന്നെയാണ് ഡെഫിനിഷൻ. വലിയ വാചകത്തിലുള്ള ഇംഗ്ലീഷൊക്കെ നോട്ടിലുണ്ടാവും. കോൺസെപ്റ്റ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. നോട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആണ്. ഒരു കാര്യം കൂടി അതിനകത്ത് സൂചിപ്പിക്കാനുണ്ട് എനിക്ക് തോന്നുന്നതാണ്. എന്താണെന്ന് അറിയാമോ? രണ്ട് Q1 Q2 എന്ന ചാർജുകളെ R ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു, എയറിൽ വെച്ചു. ഫോഴ്സ് എന്താ? 1/4 pi epsilon 0 Q1 Q2 by R square. ഇനി ഇവിടേക്ക് മെറ്റൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. ആരെ കൊണ്ടുവന്നത്? മെറ്റലിനെ. മെറ്റലിന്റെ എപ്സിലോൺ ആറിന്റെ വാല്യൂ ഞാൻ പറഞ്ഞിരുന്നു എത്രയാണ്? ഇൻഫിനിറ്റി. അപ്പൊ ഇത് എഫ് എയറാ. എയറിൽ വരെ വെച്ച് തമ്മിലുള്ള ഫോഴ്സ് 1/epsilon 0 Q1 Q2 by R square. മെറ്റൽ കൊണ്ടുവന്നിട്ടേ ഇതിന്റെ ഇടയിലേക്ക് മെറ്റൽ അങ്ങ് കൊണ്ടുവന്നു. എയർ മാറിയിട്ട് ഇപ്പൊ ഇവരുടെ ഇടയിൽ മെറ്റൽ മീഡിയം ഉള്ളത് എങ്കിൽ എഫ് മീഡിയം എത്രയായിരിക്കും? 0. എന്താ കാരണം? എഫ് മീഡിയത്തിന്റെ ഇക്വേഷൻ എന്താ? എഫ് എയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ. മെറ്റൽ കൊണ്ടുവന്നാൽ എഫ് എയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ എത്രയാ? ഇൻഫിനിറ്റി. സംതിങ് ബൈ ഇൻഫിനിറ്റി 0. സംതിങ് ബൈ ഇൻഫിനിറ്റി എന്താ കിട്ടുക? 0. അപ്പോൾ ഇത് മാത്സിൽ ഞാൻ എപ്പോഴും പറയലുണ്ട്, ഈ ഇൻഫിനിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടുക. മാത്സുകാർക്ക് അറിയാത്തതുകൊണ്ടാണ് ഒരു 0 എന്ന് പറഞ്ഞത്. ഇൻഫിനിറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാറുന്നാൽ മാത്സിന് ഒരുപാട് പരിമിതികളുണ്ട്, ഫിസിക്സിന് ഇല്ല അല്ലേ? ഏതായിരുന്നാലും ഇൻഫിനിറ്റിയെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയും. അതിന് ആൻസർ 0 എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ 1 = 2 എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ക്ലാസ് മുമ്പ് ഇരുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് അറിയായിരിക്കും. 1 = 2 എന്നൊക്കെ പ്രൂവ് ചെയ്ത് കൊടുക്കാറുണ്ട്. എങ്ങനെയാ? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ സാധനത്തിനെ കുറിച്ച് മാത്സുകാർക്ക് വലിയ പിടിയില്ല. ഞാൻ വെറുതെ കണ്ടപ്പോൾ പറഞ്ഞാണ്. അതുകൊണ്ട് എഫ് മീഡിയം എന്ന് പറയുന്നത് എന്താ? എഫ് എയർ ബൈ ഇൻഫിനിറ്റി വരും. മെറ്റലാ കൊണ്ടുവന്നതെങ്കിൽ. കാരണം മെറ്റലിന്റെ എപ്സിലോൺ ആർ ഇൻഫിനിറ്റിയാ. എഫ് മീഡിയം = 0. ദാറ്റ്സ് ക്ലിയർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ കൂളംസ് ലോ എന്നുള്ള പാർട്ടിൽ പറയുന്നത്. ഇനി
ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് വെക്റ്റർ ഫോം ഓഫ് കൂളംസ് ലോ. എന്തിനാ കൂളംസ് ലോക്ക് വെക്റ്റർ ഫോം പറയുന്നത്? പറയണം. കാരണം നമുക്കിതുവരെ മാഗ്നിറ്റ്യൂഡേ കിട്ടിയിട്ടുള്ളൂ, ഡിറക്ഷനും കൂടി കിട്ടണം. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. വെക്റ്റർ ഫോം ഓഫ് കൂളംസ് ലോ പറയും, അടുത്തത് കൂളംബിക് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടികൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. നോക്കിയോ, വെക്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ഇതൊരു ഒറിജിനാന്ന് വിചാരിച്ചോ, ഒരു സർക്കിളോ അങ്ങനെ ഒരു ഒറിജിൻ എന്ന് പറഞ്ഞ പോയിന്റ്. ഇവിടുന്ന് R1 ഡിസ്റ്റൻസിൽ Q1 എന്നൊരു പോയിന്റ് ഞാൻ വെച്ചു, R2 ഡിസ്റ്റൻസിൽ Q2 എന്നൊരു ചാർജിനെയും വെച്ചു. അപ്പം Q1 എന്ന ചാർജ് വെച്ചത് ഒറിജിനിൽ നിന്ന് R1 ഡിസ്റ്റൻസിൽ, Q2നെ വെച്ചത് ഒറിജിനിൽ നിന്ന് R2 ഡിസ്റ്റൻസിൽ. ഓക്കെ, ഇനിയാണ് കളി. എന്താ കളി? എൻ്റെ ചോദ്യം, Q1ൽ നിന്നും Q2വിലേക്കുള്ള പൊസിഷൻ വെക്ടർ വരക്കണോ? എങ്ങനെ? ഡിസ്റ്റൻസ് ഫ്രം Q2 ടു ദി Q1 എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഇതാണ് ആ വെക്ടർ. വെക്ടർ കോൺസെപ്റ്റ് പഠിച്ചതാണ്, അതുകൊണ്ട് അധികം ഇവിടെ ഞാൻ പറയില്ല, എന്നാലും പറയാം. നോക്ക്, 2ൽ നിന്ന് 1ലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ടു ദി 1 ഫ്രം 2, അതിനാണ് ഞാൻ പറയാ R12, വെക്റ്റർ R12. ക്ലിയർ? ഇനി അടുത്തത് ഡിസ്റ്റൻസ് ടു R2 ഫ്രം R1. അപ്പൊ ഞാൻ പറയുക ഇങ്ങനെ ഒരു വെക്ടർ ഇവിടെ, അതാരാ? R21. ക്ലിയർ അല്ലേ? വെക്റ്റർ R21. അപ്പൊ ഞാനിവിടെ രണ്ട് പൊസിഷൻ വെക്ടറുകളെ, രണ്ട് ഡിസ്പ്ലേസ്മെന്റ് വെക്ടറുകളെ പറയാൻ. ഒരാള് R12, 1ലേക്കുള്ള ഡിസ്റ്റൻസ് 2ൽ നിന്ന്, R21, 2ലേക്കുള്ള ഡിസ്റ്റൻസ് 1ൽ നിന്ന്. ഓക്കെ ആണല്ലോ? ഇനി ശ്രദ്ധിച്ചോ, ഇയാൾ പോസിറ്റീവ് ചാർജാ, ഇയാളും പോസിറ്റീവ് ചാർജാ. പോയിന്റ് ചാർജുകളെ വെച്ചു, സ്റ്റാറ്റിക് ആയിരിക്കണം. ഞാൻ എടുക്കുകയാണ്, ഇയാളും പോസിറ്റീവ് ഇയാളും പോസിറ്റീവ് എങ്കിൽ ഈ പോസിറ്റീവിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താ? ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2, അതിനെ ഞാൻ വിളിക്കും F12. വായിച്ചോ, ഒന്നുകൂടി എൻ്റെ കൂടെ വായിച്ചോ. എന്താണ്? ഫോഴ്സ് ഓൺ 1, ഒന്നുമുള്ള ഫോഴ്സ് ആരാ കൊടുക്കണേ? 2/2. ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2, F12. അതിൻ്റെ ഡയറക്ഷൻ നോക്കുങ്ങൾ ഇങ്ങോട്ടാ. വെക്റ്റർ F12ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാ. ഇനി ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, അത് ആരായിരിക്കും? നമുക്ക് പറയാൻ പറ്റും. ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1, F21 എന്ന വെക്റ്റർ, അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാ. ഇത്രയാണ് വെക്റ്റർ ഫോമിനകത്ത് ബേസിക് ആയിട്ട് ഐഡിയ വേണ്ടത്. നല്ല ശ്രദ്ധിച്ചോട്ടോ. R12 എന്ന വെക്ടർ എന്താ? ഡിസ്പ്ലേസ്മെന്റ് വെക്ടറാ. R21 ഡിസ്പ്ലേസ്മെന്റ് വെക്ടറാ. ഡിറക്ഷൻ മാറ്റമുണ്ട്, സംഭവിച്ചു. R12 ഈക്വൽ ടു മൈനസ് ഓഫ് R21 എഴുതിക്കൂടെ? ഈ ഡിസ്റ്റൻസിനെ തന്നെയാണ് ഇവർ രണ്ടാളും റെപ്രസെന്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഓക്കെ. പക്ഷെ ഒരാൾക്ക് ഓപ്പോസിറ്റ് ആണ് ഡിറക്ഷൻ, അതുകൊണ്ട് ഒരു മൈനസ് കൊടുക്കുക. അപ്പൊ ഇവിടുന്ന് ഫിഗറിന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് R12 ഈക്വൽ ടു മൈനസ് ഓഫ് R21. ഓക്കെ, ഇവിടെ Q1നെ Q2 തള്ളുന്ന ഫോഴ്സ് ആണ് F12, Q2വിനെ Q1 അങ്ങോട്ട് തള്ളുന്നതാണ് F21. അല്ല ശ്രദ്ധിച്ചോ, ഞാൻ F12 എഴുതാൻ പോവാണ് കേട്ടോ. F12 വെക്റ്റർ F12 ഈക്വൽ ടു 1/4πε0. എയറിലാണല്ലോ സെപ്പറേറ്റ് ചെയ്ത് വെച്ചത്, അതുകൊണ്ട് ε0. Q1 Q2 ഡിവൈഡഡ് ബൈ ഏതാ ഡിസ്റ്റൻസ്? 1നെ 2 തള്ളുകയാണ്, അപ്പൊ ഇങ്ങോട്ടാ തള്ളുന്നത്. ഈ ഡിറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആരാ? R12 അല്ലേ? 1നെ 2 തള്ളുന്നത്, 2 1നെ തള്ള ഇങ്ങോട്ട്, ആ ഡിസ്പ്ലേസ്മെന്റ് R12. ഇപ്പൊ മാഗ്നിറ്റ്യൂഡായി, ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡായി. ഇനി ഒരു ക്വാണ്ടിറ്റിയെ വെക്റ്റർ ആക്കി മാറ്റണം, അതിന് യൂണിറ്റ് വെക്റ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആരാണ് ഇവിടുത്തെ യൂണിറ്റ് വെക്റ്റർ എന്നറിയോ? R12 ക്യാപ്പ്. തീർന്നു. നല്ല ശ്രദ്ധിക്കണേ. ഞാൻ ചെയ്തത്, ഞാനൊരു തലക്കം നിങ്ങൾ തുടങ്ങി പോകുന്നപ്പോൾ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആവും നിങ്ങൾ വിചാരിച്ചില്ല. ഒറിജിൻ എടുത്തു, 2 ഡിസ്റ്റൻസുകൾ എടുത്തു. ഈ R1ഉം R2ഉം ഈക്വൽ ആട്ടോ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് കേട്ടോ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ ആവുന്ന രൂപത്തിലാണ് Q1ഉം Q2 ഞാൻ പ്ലേസ് ചെയ്തത്. എന്നിട്ട് ഞാൻ പറഞ്ഞു രണ്ടും പോസിറ്റീവാണ്, അപ്പൊ ഇങ്ങോട്ടൊരു തള്ള അങ്ങോട്ടൊരു തള്ളു. ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, R12 ഇങ്ങോട്ട്, 2ൽ നിന്ന് 1ലേക്കുള്ള ദൂരം R12. ഇനി 1ൽ നിന്ന് 2ലേക്കുള്ള ദൂരം R21. R12ന്റെ F12 എന്ന ഫോഴ്സ് ഇങ്ങോട്ട്, അതിന്റെ ഡയറക്ഷനിൽ വരുന്ന ആള് R12.
F21 എന്നുള്ള ഫോഴ്സ് രണ്ടും ഒന്നും എടുക്കുന്ന ഫോഴ്സ്, അത് അങ്ങട്ടാ റിപ്പൾഷൻ രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ഡയറക്ഷനിലുള്ള ആൾ R21 ആണ്. അപ്പോൾ നോക്കിക്കോ, F21 എന്ന വെക്ടർ എനിക്ക് എഴുതണമെങ്കിൽ ഞാൻ എഴുതും 1/4πε0 Q1 Q2 അതുവരെ ഒന്നും കുഴപ്പമില്ല ഡിവൈഡഡ് ബൈ R21. കാരണം ഇയാളുടെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ R21 ആണ്. 1 ൽ നിന്ന് 2 ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ R21. അപ്പോൾ അതാണ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തത്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ കൊടുത്തു R21. ഇനി ഇതിന്റെ യൂണിറ്റ് വെക്ടറിനെ കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ R21 ക്യാപ്പ്. അതിപ്പം ഇതിന്റെ വേണമെന്ന് എങ്ങനെ മനസ്സിലായത്? ഇയാളുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആരാണ്? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആരാണ്? F21ന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ R21 ആണ്. അതിന്റെ യൂണിറ്റ് വെക്ടറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ഈ F21 ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആവുള്ളൂ. അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടി, അതിനെ എങ്ങനെ വെക്ടർ ആക്കാം എന്ന് പറയുമ്പോൾ യൂണിറ്റ് വെക്ടറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് വെക്ടർ ഏതാണ് ഡിവൈഡ് ചെയ്യല്ലേ, ഞാൻ മാറി മാറി പറയുന്നുണ്ട്, മൾട്ടിപ്ലൈ കേട്ടോ. നോക്കുന്നല്ലേ മാഗ്നിറ്റ്യൂഡ്, ആ മാഗ്നിറ്റ്യൂഡിനെ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാ 1/4πε0 Q1 Q2 R12 അതൊക്കെ ഓക്കെയാണ്. R12 ഇതാ ഈ ഡയറക്ഷനിലുള്ള ഫോഴ്സ്, അതിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇനി എങ്ങനെ വെക്ടർ ആക്കും? യൂണിറ്റ് വെക്ടറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി 1/4πε0 Q1 Q2 ബൈ R21. R21 ഇതാ ഈ ഡയറക്ഷൻ, ഇതാ ഫോഴ്സ് ഈ ഡയറക്ഷൻ. ഇനി അതിന്റെ യൂണിറ്റ് വെക്ടറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താ അപ്പോൾ ഇത് വെക്ടറായി. ഇപ്പൊ 2 വെക്ടർ ഫോം കിട്ടി. ഫോഴ്സിന്റെ 2 വെക്ടർ ഫോം ഒക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലോ ശ്രദ്ധിച്ചിരുന്നോ? എങ്കിൽ ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം, F12 ഈക്വൽ ടു മൈനസ് ഓഫ് F21 ആണ്. എന്താ കാരണം എന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചൊരു പോയിന്റ് ഉണ്ട്. വെക്ടർ R12 എന്ന് പറയുന്നത് മൈനസ് ഓഫ് വെക്ടർ R21 ആണ്. ഇതെവിടെ മനസ്സിലായേ? ഇത് കോമൺ സെൻസാ. ഒരു വെക്ടർ അങ്ങോട്ട് ഇതേ ഡിസ്റ്റൻസ്, ഒരു വെക്ടർ ഇങ്ങോട്ട് അതേ ഡിസ്റ്റൻസ്. അപ്പോൾ നോക്ക്, ഇവർ രണ്ടുപേരും ഈക്വൽ ആവശ്യം ഒരു മൈനസ് ഉണ്ടാവും. അപ്പോൾ നോക്ക്, അത് രണ്ടാളുമാണ് ഇതിനകത്തുള്ളത്. അത് രണ്ടിൻ്റെയും യൂണിറ്റ് വെക്ടറുകളാണ് ഇതിനകത്തുള്ളത്. ദാറ്റ് മീൻസ് F12 ഈക്വൽ ടു മൈനസ് ഓഫ് F21. കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാൽ വെക്ടറൊക്കെ കൺസെപ്റ്റ് കറക്റ്റ് അറിയാമെങ്കിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. അപ്പോൾ ഇവിടെ യൂണിറ്റ് വെക്ടറുകളുടെ ഡിറക്ഷനുകളിൽ ഒരു മൈനസ് ഉണ്ടെന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു മൈനസ് വന്നു. ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായി, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓർ കൂളംബിക് ഫോഴ്സ് ഒബേ ന്യൂട്ടൺ തേർഡ് ലോ. ന്യൂട്ടൺസ് തേർഡ് ലോ, ന്യൂട്ടണൊക്കെ ഞാൻ വെറുതെ എസ്റ്റിൽ എഴുതിയാട്ടോ, ന്യൂട്ടൺസ് തേർഡ് ലോ. അപ്പോൾ F12 ഈക്വൽ ടു മൈനസ് ഓഫ് F21 എന്ന് കിട്ടിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? ഇവർ ഒബേ ചെയ്യുന്നത് ന്യൂട്ടൺ തേർഡിൽ ഒബേ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഞാനത് ഉണ്ടാക്കി കൊണ്ടുവന്നത്? ബോർഡ് എക്സാമിന് ഇത് ചോദിച്ചിട്ടില്ല, ഇതുവരെ ഇത് ചോദിച്ചിട്ടില്ല. എൻട്രൻസിനൊക്കെ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ ബോർഡ് എക്സാമിന് ചോദിക്കൂല എന്ന് പറയാൻ പറ്റൂല, എൻസിആർടിയിലുണ്ട്. അതുകൊണ്ട് വിശദമായി പറഞ്ഞത് വെക്ടർ ഫോം ഞാനൊരു ഒറിജിൻ എടുത്തിട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരുന്ന രൂപത്തിൽ ഒരു Q1 Q2 പ്ലേസ് ചെയ്തിട്ട് അവിടേക്കുള്ള ഡിസ്റ്റൻസ് Q1ലേക്ക് R1 എന്നും Q2ലേക്ക് R2 എന്നും എടുത്തിട്ട് 2ൽ നിന്ന് 1ലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് R12 എന്നും 1ൽ നിന്ന് 2ലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് R21 എന്നും 2 വെക്ടറുകൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ട് രണ്ടാളും പോസിറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്യുമ്പോൾ Q2 Q1നെ ഇങ്ങോട്ടും Q1 Q2നെ അങ്ങോട്ടും തള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് 2 വെക്ടർ ഫോഴ്സുകളും വെക്ടർ ഫോമിൽ എഴുതണമെങ്കിൽ എനിക്കൊരു യൂണിറ്റ് വെക്ടറുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഡിസ്പ്ലേസ്മെന്റ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും, R12 എന്ന് കൊടുക്കും F12ന്റെ കേസിൽ, F21 കേസിൽ R21 കൊടുക്കും. അപ്പോൾ അവരുടെ യൂണിറ്റ് വെക്ടറുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുമ്പോൾ 2 വെക്ടർ ഫോഴ്സുകൾ എനിക്ക് കിട്ടി. അപ്പോൾ വെക്ടർ ഫോം ഓഫ് കൂളംസ് ലോയിൽ ഫോഴ്സിന്റെ വെക്ടർ ഇക്വേഷൻസ് ആണ് കിട്ടുന്നത്. ഇവിടുന്ന് നേരത്തെ ഞാൻ മനസ്സിലാക്കി വെച്ചൊരു കൺസെപ്റ്റ് ഉണ്ട്, R12 ഈക്വൽ ടു മൈനസ് R21. R12 ഈക്വൽ ടു മൈനസ് R21 ആണെങ്കിൽ യൂണിറ്റ് വെക്ടർ R12 എന്താണ്? യൂണിറ്റ് വെക്ടർ R21 ഈക്വൽ ആണ്, പക്ഷെ മൈനസ് ഉണ്ടാവും. 2 യൂണിറ്റ് വെക്ടറുകളും ഈക്വൽ ആണ്, മൈനസ് ഉണ്ടാവും. കാരണം അവരുടെ പാരന്റ് വെക്ടറുകൾ ഈക്വൽ ആണ്, മൈനസ് ഉണ്ട്. ക്ലിയർ അല്ലേ? സോ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R12 വെക്ടർ യൂണിറ്റ് വെക്ടർ R12 ഈക്വൽ ടു മൈനസ് ഓഫ് യൂണിറ്റ് വെക്ടർ R21 എന്ന് കിട്ടുമ്പോൾ F12 ഈക്വൽ ടു മൈനസ് ഓഫ് F21 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് കൂളംസ് ലോ ഒബേ ന്യൂട്ടൺസ് തേർഡ് ലോ. അപ്പോൾ ബോർഡ് എക്സാമിന് അങ്ങനെ ക്വസ്റ്റ്യൻ അങ്ങ് ചോദിക്കാം, എന്ത്? പ്രൂവ് ദാറ്റ് കൂളംസ് ലോ ഒബേ ന്യൂട്ടൺസ് തേർഡ് ലോ. ഇത്ര എഴുതി വെച്ചാൽ പോരെ? ഇത്ര എഴുതി വെച്ചാൽ മതി. ഫിഗർ അങ്ങ് വരയ്ക്കുക, ഡിറക്ഷൻസ് അങ്ങ് കാണിക്കുക,
R12 ഈക്വൽ ടു മൈനസ് R21 ആണെന്നും അതുകൊണ്ട് യൂണിറ്റ് വെക്റ്റർ R12 ഈക്വൽ ടു മൈനസ് യൂണിറ്റ് വെക്റ്റർ R21 ആണെന്നും കൊടുക്കുക. ഇക്വേഷൻസ് ഓഫ് ഫോഴ്സ് വെക്റ്റർ ഫോമിൽ എഴുതുക. F12 വെക്റ്റർ ഈക്വൽ ടു മൈനസ് F21 വെക്റ്റർ എന്ന് പറയാം. അതെല്ലാം കണ്ടാൽ ഏത് വല്യമാർക്കും മനസ്സിലാവും. എല്ലാവർക്കും ഫിസിക്സിൽ അറിയുന്ന ലോ ആണ്. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതാണ് ഇവിടെ കാണിച്ചത്. ഒബേ ന്യൂട്ടൺസ് തേർഡ് ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ്. ഇവിടെ ഒരു ശ്രദ്ധിക്കണം, ഞാൻ ഇവിടെ ഒരു സ്ക്വയർ ഇടാൻ മറന്നിട്ടുണ്ട് അല്ലേ. 1/4πε0 Q1 Q2 R² അല്ലേ എന്ന് പറഞ്ഞാൽ R12 സ്ക്വയർ. ഇനി അത് ഡൗട്ട് ചോദിക്കേണ്ട ആരും, ഞാൻ മറന്നു പോയതാണ്. R21 സ്ക്വയർ കേട്ടോ. ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനാണല്ലോ ഫോഴ്സ് പ്രൊപ്പോർഷണൽ, അത് മറന്നു പോയരുത്. വെക്റ്റർ ഫോം ക്ലിയർ ആയി. ഇനി നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും കൂടി പറയാം. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നോക്ക്. Q എന്നൊരു ചാർജ് ഉണ്ട്. അയാൾ R1 ഡിസ്റ്റൻസിൽ, അയാളിൽ നിന്നും R1 ഡിസ്റ്റൻസിൽ Q1 ചാർജ് ഉണ്ട്. Q2 എന്ന് പറഞ്ഞ ചാർജ് R2 ഡിസ്റ്റൻസിലുണ്ട്. R3 ഡിസ്റ്റൻസിൽ Q3 ഡിസ്റ്റൻസ്, എങ്ങനെ R3 ഡിസ്റ്റൻസിൽ Q3 എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പ്രോബ്ലംസും ബാക്കി കാര്യങ്ങളും എങ്ങനെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളതൊക്കെ അടുത്തൊരു ക്ലാസ്സിൽ, ഒരു നെക്സ്റ്റ് ഹാഫ് ആൻ അവർ വീഡിയോ ന്യൂമറിക്കൽ പ്രോബ്ലംസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞ ചാപ്റ്ററിലെ കൂളംസ് ലോയുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രം ഒരു അരമണിക്കൂർ പറയാനുണ്ട്. അതിനുശേഷം നമ്മൾ ഇലക്ട്രിക് ഫീൽഡിലോട്ട് പോകും, ചാപ്റ്റർ അവസാനിപ്പിക്കും. അപ്പോൾ നിങ്ങൾ നോക്ക്, R1 R2 R3 എന്ന ഡിസ്റ്റൻസിൽ Q1 Q2 Q3 എന്ന് പറയുന്ന ചാർജുകൾ Q എന്ന ചാർജിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെറ്റ് ഫോഴ്സ് ഓൺ Q, നെറ്റ് ഫോഴ്സ് ഓൺ Q എന്ന് പറയുന്നത് വെക്റ്റർ സം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സസ് ഓഫ് ഈച്ച് ചാർജസ്. ഓരോ ചാർജും ഇതിലൊരു ഫോഴ്സ് കൊടുക്കും. ഇവർ രണ്ടുപേരും പോസിറ്റീവാന്ന് വിചാരിച്ചോ, അപ്പോൾ ഇയാൾ അറ്റ് തള്ളും, ഇയാൾ ഇങ്ങോട്ട് തള്ളും, ഇയാൾ ഇങ്ങോട്ട് തള്ളും. എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ, എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ, എല്ലാ തരത്തിലും ഇവിടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞാൻ വിശദമായി അടുത്ത ക്ലാസ്സിൽ പറയും കേട്ടോ. ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഫോഴ്സിനെ F1 എന്നും, ഇവിടുത്തെ ഫോഴ്സിനെ F2 എന്നും, ഇവിടുത്തെ ഫോഴ്സിനെ F3 എന്നും വിളിക്കാം. എങ്കിൽ നെറ്റ് ഫോഴ്സ് ഓൺ Q എന്ന് പറയുന്നത് വെക്റ്റർ സം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സസ് ആയിരിക്കും. എന്താ വെക്റ്റർ സം എന്ന് പറഞ്ഞാൽ? ഞാൻ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ എൻ്റെ ബോഡിയിൽ 2 കൂളോം ചാർജും 3 കൂളോം ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 5 കൂളോം ചാർജ്. വളരെ സിമ്പിളായി പറയാം. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം. പക്ഷെ ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ഡയറക്റ്റ് ആഡിങ് നടക്കൂല. ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ട്രയാങ്കുലാർ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ, പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡിഷൻ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച വെക്റ്റർ അഡിഷൻ ലോസ് ആണ്. ആ ലോ ഉപയോഗിച്ച് മാത്രമേ ഫോഴ്സിൻ്റെ ഒക്കെ സമ്മ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ Q എന്ന ചാർജിന്മേൽ ഇവരൊക്കെ കൂടി ഉണ്ടാക്കുന്ന ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വെക്റ്റർ സം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സസ് ആയിരിക്കും എന്നാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ചെയ്ത് മാത്രം പഠിച്ച് നിർത്താണ്. ക്വസ്റ്റ്യനുകൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ അടുത്ത ക്ലാസ് നമുക്ക് ചെയ്യാം. നമുക്ക് ഇഫക്റ്റീവ് നെറ്റ് ഫോഴ്സ് ഓൺ ചാർജ് Q ഈസ് ദി വെക്റ്റർ സം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സസ്. ജസ്റ്റ് സം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സ് എന്നല്ല പറഞ്ഞേ, ജസ്റ്റ് സം സ്കെയിലാറിനെ ചെയ്യാൻ പറ്റൂ. ഹിയർ വെക്റ്റർ സം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സസ് തന്നെ ചെയ്യണം. അപ്പം നെറ്റ് ഫോഴ്സ് ഓൺ Q കിട്ടും. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇവിടെ ട്രയാങ്കുലാർ ലോ ഓഫ് വെക്റ്റർ അഡിഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡിഷനും ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടാവാറുണ്ട്. നോർമലി നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡിഷനാണ് യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾ നിങ്ങളുടെ +1 നോട്ടിൽ നിന്ന് പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡിഷൻ എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത ക്ലാസ് കാണാനിരുന്നാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. ഞാൻ പറയും, എന്നാലും കുറച്ചുകൂടി ഒക്കെ എഫക്റ്റീവായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ.